മൂന്ന് ജ്ഞാനികൾ ഈശോയുടെ പുൽക്കൂട്ടിലേക്ക് വന്ന തിരുനാളാണ്. ഈ തിരുനാളിലൊരു സ്ത്രീപക്ഷ വായന കൊടുക്കുന്നുണ്ട് ജാൻ റിച്ചാർഡ്സ് എന്ന് പറഞ്ഞൊരു കവി. അവിടെ കവിതയുടെ പേര് വൈസ് വിമൻ ഓൾസോ കെയിം എന്നാണ്. തുടങ്ങുന്ന ഇങ്ങനെയാണ്: ആകാശത്തൊരു നക്ഷത്രം എരിയുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഉള്ളിൽ ഒരു തീ എരിയുന്നുണ്ടായിരുന്നു. They came in quiet, spreading no rumors, sparking no fears to lead to innocent slaughter. ഇനി ഇവർ കൊണ്ടുവന്ന സമ്മാനത്തെക്കുറിച്ച് പറയുന്നത്: And they brought useful gifts, water for labor's washing, fire for warm illumination, a blanket for swaddling. ഒരു കുഞ്ഞിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് പ്രസവെടുക്കാനുള്ള തെളിഞ്ഞ വെള്ളം, തീ, പിന്നെ പുതപ്പ്. സുവിശേഷത്തിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ പിറവിയെക്കുറിച്ച് വായിക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീയുടെ സാന്നിധ്യം നമ്മൾ കാണുന്നില്ല. സ്ത്രീകൾ അവിടെ ഇല്ലാതിരുന്നിട്ടാണോ? അല്ല, അവരെക്കുറിച്ച് എഴുതാൻ സുവിശേഷകന്മാരെ വിട്ടുപോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ കണ്ടിട്ടുണ്ടാവില്ല. അവിടെയാണ് ഈ കവിതയുടെ പ്രസക്തി. അയർലൻഡിൽ ഒരു ഓൾഡ് കസ്റ്റമുണ്ട്. ജനുവരി 6 അവർ എപ്പിഫാനി തിരുനാൾ ആഘോഷിക്കുമ്പോൾ അത് വിമൻസ് ക്രിസ്മസ് ആയിട്ടാണ് ആഘോഷിക്കുന്നത്. ആ ദിവസം സ്ത്രീകൾ വീട് വിട്ട് പുറത്തേക്ക് പോകും, അവർ സോഷ്യലൈസ് ചെയ്യും. ആ ദിവസം പുരുഷന്മാരാണ് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യേണ്ടത്. അത് ഇന്നും തുടരുന്നൊരു കഷ്ടമാണ് വിമൻസ് ക്രിസ്മസ്. നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരത്ത് പല കടപ്പുറങ്ങളിലും സ്ത്രീകൾ വഞ്ചിക്കറി കടലിലേക്ക് പോകും. അവരുടെ പുരുഷന്മാർ പോകുന്ന വഞ്ചിയിൽ ഇവരും കടലിലേക്ക് പോകും. ഈ ക്രിസ്മസ് ദിനങ്ങളിലാണ് അവരത് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പിക്ചർ കണ്ടു. ഒരടുക്കളയിൽ കഴുകാൻ വെച്ചിരിക്കുന്ന പാത്രങ്ങൾ ഇങ്ങനെ അടക്കി വെച്ചിട്ടൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിരിക്കുകയാണ്. ദൈവസ്നേഹത്തിൻ്റെ വെളിപാടുണ്ടല്ലോ, അതെല്ലാവരും ഒരുപോലെ ആഘോഷിക്കേണ്ട ഒന്നല്ലേ.